നമ്മുടെ അയലത്തുകാരും ബന്ധുക്കളും പറയും, മൈലേജ് ചില ആരെങ്കിലും ചെയ്യുവോ, ഇതിന്റെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. കാര്യം ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് 6:30 തന്നെ 1000 പേരായത്. അപ്പൊ അയലത്തുകാരനല്ല നമ്മുടെ വിധി നിർണ്ണയിക്കുന്നത്, ഇച്ഛാശക്തിയുള്ള നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. കയറാൻ പറ്റാത്തവരോട് വളരെ ഖേദം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ യൂട്യൂബ് ലിങ്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യാശിക്കാം. 3, അടുത്ത മീറ്റിംഗ് തൊട്ട് സമയത്ത് കയറാൻ ശ്രദ്ധിക്കുക എന്ന് വളരെ വിനീതമായി ഓർമ്മിപ്പിക്കാനും അഭ്യർത്ഥിക്കാനും കൂടെ ഈ അവസരം ഉപയോഗിക്കുക. 1000 സീറ്റ് ഉണ്ടായിരുന്നു സാർ, 1000 സീറ്റ്. അതിലൊരു സീറ്റെങ്കിലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് ഒരു ക്ലിക്കിന്റെ കുറവാണ്. ഈ പ്രോഗ്രാമിൽ ബാക്കി പണിയെല്ലാം നമുക്ക് ചെയ്യാം, പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇത് ഇന്ന് സംഭവിച്ച പോലുള്ളൊരു അബദ്ധം സംഭവിക്കാൻ സാധ്യതയുള്ളത്, ഒന്ന്, ഈ പ്രോഗ്രാമിന്റെ പാസ് സമയത്ത് കിട്ടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിന്റെ പാസുകൾ ഉറപ്പിക്കുക. ഒന്ന്, നമ്മുടെ റാങ്ക് നമ്മൾ അവിടെ എങ്ങനെ ആവും എന്നുള്ളത്, അതിന് ഇനി 3 മാസം നമുക്ക് സമയമുണ്ട്. പക്ഷെ പാസുകൾ ഉറപ്പിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് ഇതിന്റെ ഫസ്റ്റ് പ്രോഗ്രാം അടുത്ത വരുന്ന ശനിയാഴ്ച ഫസ്റ്റ് പ്രോഗ്രാം TCAവിന്റെ ലീഡേഴ്സിന്റെ ഒരു ഗംഭീര പ്രോഗ്രാം എക്സോറയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ കോഴിക്കോട് വെച്ചിട്ട് നടത്തുകയാണ്. ആ പ്രോഗ്രാമിൽ അത് ശരിക്കും നമ്മുടെ ഒരു TCAന്റെ പ്രോഗ്രാമിനേക്കാൾ ഉപരി നമ്മളുടെ പാസ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ പാസ് വാങ്ങുന്ന ആളുകളെ അതിന്റെ സ്റ്റേജിൽ പ്രൊമോട്ട് ചെയ്യുന്ന, ആ പ്രോഗ്രാമിൽ വെച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ പാസുകൾ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം. എന്നെ ഇപ്പൊ കേൾക്കുന്ന 1000 ആൾക്കാർ ഇതിൽ ഏതെങ്കിലും ചിലപ്പോൾ 1, 2 അല്ല 5, 10 ആൾക്കാർ സ്റ്റാർ റാങ്കിൽ താഴെയുള്ളവർ കയറിയിട്ടുണ്ടാവാം. കൂടുതലും സ്റ്റാറുകളാണ്, അല്ലാണ്ട് കുറച്ച് ആൾക്കാരും കയറിയിട്ടുണ്ടാവാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, ഒന്ന്, നമ്മളൊരു ഫ്രഷ് ഡിസ്ട്രിബ്യൂട്ടറാണ്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും ആവാത്ത ഒരു കന്നിക്കുഞ്ഞാണ് നമ്മളെങ്കിൽ, അല്ലെങ്കിൽ കന്നിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കന്നിപ്രസവം എന്ന് പറയത്തില്ല, അതുപോലെ തുടങ്ങിയുള്ള ആളാണ്. അങ്ങനെയുള്ള ആളാണെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ ഒരു പാസ് നമ്മൾ ഉറപ്പിക്കുക. 2, നമുക്കടുത്ത 3 മാസം കൊണ്ട് ഒരു 50 ഡിസ്ട്രിബ്യൂട്ടറെങ്കിലും ചുരുങ്ങിയത് ഉണ്ടാകും എന്നുള്ളതാണ് നാളിതുവരെയുള്ള കണക്ക്. ചുരുങ്ങിയതാട്ടോ. അതിലൊരു 10%, അതായത് ഒരു 5 പേരെ പങ്കെടുപ്പിക്കാനുള്ള പാസും കൂടെ അഡ്വാൻസ് ബുക്ക് ചെയ്യുക. അതായത് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന സ്റ്റാറിനോടല്ല ഞാൻ പറയുന്നത്, ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും വരാത്ത ഒരാൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, നമുക്കാദ്യം ഇന്നാവണം. 2, നമ്മുടെ ഭാര്യയോ ഭർത്താവിനോ ഇന്നാക്കണം. 2, പിന്നെ ഒരു 5 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് 3 മാസം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അപ്പം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമുക്ക് 19 ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്, പക്ഷെ പാസിന്റെ അവൈലബിലിറ്റി പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും ആകാത്തവര് അടുത്ത ശനിയാഴ്ചക്ക് മുമ്പ് നിങ്ങളുടെ TC ലീഡർ വശം അല്ലെങ്കിൽ ATCO DTCO ലീഡർ വഴി ചുരുങ്ങിയത് ഏറ്റവും മിനിമം ഒരു 5 പാസ് എങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വെക്കുക. ആ 5 പാസ് നിങ്ങളുടെ കോൺഫിഡൻസും നിങ്ങളുടെ എന്താ പറയണ്ടേ ആ പ്രോഗ്രാമിനോടുള്ള നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കഴിയും. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് 5, 10 ഡിസ്ട്രിബ്യൂട്ടർമാരാകുന്ന മുറയ്ക്ക് അവരെ കൊണ്ട് തെളിപ്പിച്ചാലും കാര്യങ്ങൾ എളുപ്പത്തിൽ നടക്കും. ആ പ്രോഗ്രാമിന്റെ ബഡ്ജറ്റ് നമ്മൾ പല മീറ്റിങ്ങിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്ത് വരെ എത്തുന്ന ഒരു വലിയ ബഡ്ജറ്റിലാണ് പ്രോഗ്രാം നടക്കുന്നത്. കാറുകളൊക്കെ സ്റ്റേജിൽ കയറുന്ന, മലബാർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാമാമാങ്കമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അപ്പോ ആ പ്രോഗ്രാമിനകത്ത് കയറുന്ന ഓരോ ഡിസ്ട്രിബ്യൂട്ടർക്കും ഉണ്ടാകുന്ന ആത്മവിശ്വാസം ചില്ലറയല്ല. ഒരു സാധാരണ വ്യക്തിയായി ഇൻഡസ്ട്രിയിലേക്ക് വന്ന്, ഒരു സാധാരണ കാർ ഡ്രൈവറുടെ മകനായിട്ട് ഈ ബിസിനസ്സിലേക്ക് വന്ന് പരിമിതമായ സ്വപ്നങ്ങളും പരിമിതമായ ആഗ്രഹങ്ങളുമായിട്ട് വന്ന ഞങ്ങളെ ഇത്രയും വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരായും അത് നേടുന്നവരായും മാറ്റിയത് ഇതുപോലെയുള്ള നിരവധി പ്രോഗ്രാമുകളാണ്. ആ അർത്ഥത്തിൽ കിട്ടാവുന്നതിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രോഗ്രാമാണ് നമുക്ക് ഈ 1-ാം തീയതി വരുന്നതെന്നുള്ളത് ഇപ്പോഴേ ഓർമ്മിപ്പിക്കുകയാണ്. നല്ലതായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, കൃത്യമായ പ്ലാനിങ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പകുതി വിജയം അവിടെ ഉറപ്പാണ്. അപ്പം പാസുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ബാക്കിയൊന്നും ഇന്നത്തെ മീറ്റിംഗ് നമുക്ക് സമയമില്ല. ഒന്ന്, എൻ്റെ അഭ്യർത്ഥന ഇങ്ങനെയാണ്, ആ പ്രോഗ്രാം ഇത്രയും ബഡ്ജറ്റുള്ള പ്രോഗ്രാമിന് സാധാരണഗതി 2500, 5000 രൂപ വരെ പാസിന്റെ പ്രോഗ്രാം വരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മളിവിടെ കുറച്ചും കൂടെ ഒരു എക്കോണമിക് ആയിട്ട് മാക്സിമം ബഡ്ജറ്റ് ചുരുക്കി, എന്നാൽ അതിന്റെ നിറം പോകാത്ത രീതിയിൽ 1000 രൂപയ്ക്കാണ് നമ്മൾ പാസ് കൊടുക്കുന്നത്. എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്, ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലുള്ള എല്ലാവരും ഒരു 5000 രൂപ നിങ്ങൾ സന്തോഷത്തോടെ
നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിലൊരാൾക്കും നിങ്ങളുടെ 2-3 ഡിസ്ട്രിബ്യൂട്ടർമാർ ഭാവിയിൽ ഉണ്ടാകുന്നവർക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഡിസ്ട്രിബ്യൂട്ടർ പോലും ഇല്ലാത്തവർ പാസ് ബുക്ക് ചെയ്യുക. അത് ഈ വരുന്ന ശനിയാഴ്ചയ്ക്ക് മുമ്പ് ഈ പേയ്മെന്റ് നിങ്ങൾ ആർക്ക് കൊടുക്കുക, നിങ്ങളുടെ TC എബോ ലീഡർ വശം കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്യുക. ഇനി ഇപ്പൊ ചിലരിങ്ങനെ ആലോചിക്കൂ, 15,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചത് ഇരിക്കുക, ഇനി 5,000 രൂപ പാസിനും കൊടുക്കണം. നിങ്ങളൊരു സത്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇരിക്കുന്ന 1000 തന്നെ മിനിമം ഒരു 150 പേര് ബിസിനസ്സുകാർ കാണും. 10 ലക്ഷം 20 ലക്ഷം 30 ലക്ഷം 50 ലക്ഷം അതിന് മേളിൽ മുടക്കി ബിസിനസ് ചെയ്ത ആൾക്കാർ കാണും. ഈ ബിസിനസ്സിൽ വേറൊരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നുള്ള സത്യം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. നമുക്ക് ആകെയുള്ള ചെലവ് എന്ന് പറഞ്ഞാൽ ഇത്തരം വർഷത്തിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിന് ഒരു 500 രൂപ 1000 രൂപ ചെലവ്. നിങ്ങളിപ്പം നിങ്ങളുടെ ഷോപ്പിലോട്ട് പോവാണ്, ഇവിടുന്ന് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു പച്ചക്കറി കട നടത്തിക്കൊണ്ടിരിക്കുന്ന സാധാരണക്കാരനായ ഒരു വ്യക്തി ഇവിടുന്ന് ഇറങ്ങി അയാളുടെ പച്ചക്കറി കടയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ കാണുന്ന കാഴ്ച? ഉള്ളി തീർന്നിട്ടുണ്ട്, സബോള തീർന്നിട്ടുണ്ട്, വെണ്ടയ്ക്ക തീർന്നിട്ടുണ്ട്, പടവലങ്ങ തീർന്നിട്ടുണ്ട്. ഇയാൾ ഇന്ന് തന്നെ 50,000 1 ലക്ഷം രൂപ അറേഞ്ച് ചെയ്ത് ഈ സാധനം എല്ലാം വാങ്ങിയിട്ട് ഇതെല്ലാം കൂടെ അടുത്ത ഒരാഴ്ച കൊണ്ടായിരിക്കും വിറ്റ് തീരുക. ഇത് വിറ്റ് തീരുമ്പോൾ 1 ലക്ഷം രൂപയുടെ 10-15% 10,000-15,000 ഇയാൾക്ക് ലാഭം കിട്ടും. വീണ്ടും അടുത്ത ആഴ്ച വിൽക്കണമെങ്കിൽ ഇയാൾ വീണ്ടും വാങ്ങിക്കണം. ഇതാ ചെയ്യാം. എന്ന് മാത്രമല്ല, വർഷത്തിൽ ഈ കടയ്ക്ക് പെയിന്റ് അടിക്കണം, ഇതിനെ മൂടി പിടിപ്പിക്കണം, ഇതിന്റെ ലൈസൻസ് പുതുക്കണം, ഇതിന്റെ ഫീസ് അടയ്ക്കണം. പഞ്ചായത്ത് ലൈസൻസ് ആണെങ്കിൽ അത്, മുനിസിപ്പൽ ആണെങ്കിൽ അത്, സ്റ്റാഫ് ഉണ്ടെങ്കിൽ അതിന്റെ ലേബർ കമ്മീഷനുമായി ബന്ധപ്പെട്ട അതിന്റെ ഉത്തരവാദിത്തങ്ങൾ, ESI EC ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. എന്നാൽ നമ്മുടെ ബിസിനസ്സിന് ആകെ 10,000-20,000 പരമാവധി 50,000 അല്ലെങ്കിൽ ഇനിയിപ്പോൾ 1 ലക്ഷം ഇതിന് മേളിൽ സ്റ്റോക്കോ, ഇതിന് മേളിൽ തലവേദനയോ, ഇതിന് മേളിൽ റണ്ണിങ് കോസ്റ്റോ, വർഷാവർഷം പെയിന്റ് അടിക്കേണ്ട അവസ്ഥയോ സ്റ്റാഫിന് വെക്കേണ്ട അവസ്ഥയോ ഒന്നുമില്ല. 12 കൊല്ലമായിട്ട് ഈ ബിസിനസ് ചെയ്ത് ഡയമണ്ട് റാങ്കിൽ എത്തി ഏതാണ്ട് 1000 കോടിക്ക് പുറത്ത് ടേൺ ഓവർ ഉണ്ടായി എനിക്ക് മൈലേജ് സ്റ്റൈൽ ചെയ്യാൻ ഒരു സ്റ്റാഫിന്റെ ആവശ്യമില്ല. ഒരൊറ്റ സ്റ്റാഫ് എനിക്ക് മൈലേജിന് വേണ്ടിയില്ല. ഡ്രൈവർമാരുണ്ട് 2 പേര്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, അവരില്ലെങ്കിൽ ഞാൻ ഓടിച്ചു. അക്കൗണ്ടന്റ് ഉണ്ട്, ഇവിടെ ഇല്ലെങ്കിൽ എനിക്ക് കണക്ക് നോക്കാൻ അറിയാം, അത് ഞാൻ കൊണ്ടുപോകും. ഈ ബിസിനസ് നടത്താൻ വേണ്ടി ഒരു സ്റ്റാഫ് പോലും ഇല്ലാതെ 1000 കോടിയുടെ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ബിസിനസ് നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുമെന്ന് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിക്കും. അപ്പോൾ അങ്ങനെ ഒരു റണ്ണിങ് കോസ്റ്റും ഇല്ലാത്ത ഈ ബിസിനസ്സിന് വേണ്ടി വർഷത്തിലൊരിക്കൽ ചെറിയൊരു പൈസ, ചിലപ്പോൾ 2 RTP 2,500 അല്ല 3,000 × 2 6,000 രൂപ കഴിഞ്ഞു. ഒരു വർഷത്തിൽ 10-15 രൂപ റണ്ണിങ് കോസ്റ്റ് മാത്രമുള്ള ബിസിനസ്സായത്. അതൊരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ തന്നെ 3,000 രൂപ റീറ്റെയിൽ കിട്ടുകയും ചെയ്യും. ബാക്കി നിങ്ങൾ ജോലിക്ക് പോവുക, വന്നിട്ട് 1 മണിക്കൂറോ 2 മണിക്കൂറോ എങ്ങനെ വേണേൽ ചെയ്യാം. ഞാൻ അതിനെക്കുറിച്ച് ഇനി ഒത്തിരി പറയുന്നില്ല. എല്ലാവർക്കും എന്നൊക്കെ ബുദ്ധിയുള്ളവരെ ഇരിക്കുന്നത്, നിങ്ങളെ ഇനി തറ പറ എന്ന് പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, നമ്മൾ ഈ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ആ സീറ്റ് ഉറപ്പിക്കാനായിട്ട് ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിലുള്ളവർ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞു. ഒരു 5 പാസ്സെങ്കിലും നമ്മൾ എടുത്ത് അത് ശനിയാഴ്ചത്തെ പ്രോഗ്രാമിന് മുമ്പ്, ശനിയാഴ്ചയ്ക്ക് മുമ്പ്, അതായത് ഇന്നും നാളെയൊക്കെ ആയിട്ട് നിങ്ങളത് കൊടുക്കുക. കഴിയുമെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് തന്നെ Google Pay ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാസ്സുകൾ നിങ്ങളുടെ ലീഡേഴ്സ് ത്രൂ എൻഷുർ ചെയ്യുക. ഒരു പക്ഷേ ആ ഒറ്റ ദിവസം പരിപാടി കൊണ്ട് ചിലപ്പോൾ പാസ് തീർന്നും വരാം. പിന്നെ നമുക്ക് ആഗ്രഹം മാത്രമേ അവശേഷിക്കത്തുള്ളൂ. അപ്പോൾ ഈ പാസ് എടുക്കുക. ഇനി സ്റ്റാർ ആൻഡ് അബോ ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങളുടെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഇന്നും നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ഓടി നടന്ന് കണ്ട് കഥയൊക്കെ പിന്നെ പറയാം. ഒരു 1000 രൂപ GPay ഇടാൻ പറയുക, ഒരു 1000 രൂപ Google Pay വാങ്ങിക്കുക, അല്ലെങ്കിൽ ക്യാഷ് പേ വാങ്ങിക്കുക. അവരുടെ പേര് എഴുതി വെക്കുക, അവരുടെ പാസ് നിങ്ങൾ എടുത്തു വെക്കുക. അവരുടെ ടീമിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ എടുക്കാൻ പറയുക. തുടക്കത്തിൽ ചിലപ്പോൾ ചെന്ന് പറഞ്ഞാൽ അവരുടെ ടീമിലെ ആൾക്കാരുടെയും കൂടെ ഒക്കെ എടുക്കുമ്പോൾ അവർ പറഞ്ഞാൽ ഞാൻ അയക്കാം സാറേ, അടുത്ത ആഴ്ച ആയിക്കോട്ടെ, 2 ആഴ്ച ആയിക്കോട്ടെ എന്നൊക്കെ പറയും. ഇതൊരു പ്ലാനിങ് ആണ്. ഇപ്പം എന്നെ ഇങ്ങോട്ട് ബെല്ലിൻ സാർ വിളിച്ച സമയത്ത് 2017 ജനുവരി 29 ഞങ്ങൾ ആലപ്പുഴ വെച്ചൊരു പ്രോഗ്രാം നടത്തി. 8 ബസ് ആൾക്കാരെ കോഴിക്കോട് നിന്ന് ബെല്ലിൻ സാറും ടീമും, ഇന്നത്തെ ITC ലീഡേഴ്സ് അടക്കം 8 ബസ് ആൾക്കാർ വന്നു. 400 ആൾക്കാർ കോഴിക്കോട് നിന്ന്. ഉച്ചയ്ക്ക് 1 മണിക്കാണ് പ്രോഗ്രാം. 12:45 അവർ ആലപ്പുഴ എത്തി. അതായത് വെളുപ്പിന് 5 മണിക്ക് 8 ബസ് ആൾക്കാരെ അവിടെ നിന്ന് കൊണ്ടുവന്നു. അന്ന് ആ ബസ്സിൽ ആളെ കയറ്റാൻ വേണ്ടി വെളുപ്പാങ്കാലത്ത് 3 മണിക്കും 4 മണിക്കും ഡിസ്ട്രിബ്യൂട്ടർമാരുടെ വീട്ടിൽ വിളിക്കാൻ പോയ അന്നത്തെ സ്റ്റാറും റൂബിയും TC ഒക്കെയാണ് ഇന്നത്തെ ITC ശൈലേഷ് ബാലനും, ഇന്നത്തെ ITC സുബീഷ് മണ്ണിലും, ഇന്നത്തെ CTC ധനീഷ് മാധവനും, ശ്രീധരൻ സാറിനും, ബിജു BK ഒക്കെ അന്ന് സ്റ്റാറിലും റൂബിയിലും വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് വീട്ടിൽ നിന്ന് അലാറം വെച്ച് എഴുന്നേറ്റ് ഭക്ഷണം പോലും കഴിക്കാതെ പുതിയ ഡിസ്ട്രിബ്യൂട്ടർമാരുടെ വീട്ടിൽ പോയി അവരെ ബൈക്കിൻ്റെയും കാറിൻ്റെയും പുറകിൽ കയറ്റി ബസ്സിലിട്ട്, നമ്മൾ പറയും അട്ടിയടിക്കാന്ന് പറയും, അങ്ങനെ അട്ടിയിറക്കി ആലപ്പുഴ മീറ്റിംഗ് സെന്ററിൽ കൊണ്ട് കയറ്റി അവരെ ആവേശമുള്ള ആൾക്കാരാക്കി മാറ്റി, ആവശ്യബോധം തിരിച്ചറിഞ്ഞ ആൾക്കാരാക്കി മാറ്റാൻ അവരെടുത്ത കഷ്ടപ്പാടാണ്
ഇന്ന് അവരുടെ അച്ചീവ്മെന്റ്. ഇന്ന് അവർ നല്ല വീട്ടിലും നല്ല കാറിലും ഒക്കെ സഞ്ചരിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം അന്ന് പച്ചപ്പാതിരായ്ക്ക് 3 മണിക്കും 4 മണിക്കും എഴുന്നേറ്റ് ഓടിയ ഓട്ടോ. ഞാൻ പറയുന്നത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാനത് തുറന്നു പറയുന്നത്. അപ്പൊ ആ ഒരു എഫേർട്ട് അവരെടുത്തു. അവിടെ അവർ 300 500 ഇവർക്ക് വരുമാനം കിട്ടിയില്ലല്ലോ എന്നൊന്നും അവർ ചിന്തിച്ചില്ല. 1 രൂപ പോലും വരുമാനം കിട്ടാത്ത ആളുടെ ഒന്നും 1000 2000 രൂപ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിർബന്ധിച്ചു കൊണ്ടുവന്നു. കാര്യം വേറെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ബിസിനസ്സാണ്. നമ്മളൊരു ജോലിക്ക് ഗൾഫിൽ പോണേ സാറേ 50,000 രൂപ ചെലവാ, ടിക്കറ്റും വിസ എല്ലാം കൂടെ. അവിടെ പോയി ജോലി ചെയ്യുകയും വേണം, പറഞ്ഞ ജോലി കിട്ടത്തുമില്ല മിക്കവാറും. ഈ ബിസിനസ്സിന് വേണ്ടി ചെറിയ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നമ്മൾ ഒന്ന് പ്രവർത്തിക്കുക, ഡിസ്ട്രിബ്യൂട്ടർ റാങ്കിൽ അങ്ങനെ ചെയ്യുക. സ്റ്റാറും റൂബികളും ഒക്കെ അടുത്ത 2-3 ദിവസം നിങ്ങൾ ഫീൽഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ കാണുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടറിനെങ്കിലും പേയ്മെന്റ് വാങ്ങിക്കുക. TCABO ലീഡേഴ്സ് ഇത് കോർഡിനേറ്റ് ചെയ്യുക. അടുത്ത ഒരാഴ്ചത്തേക്ക് ശനിയാഴ്ച വരെ നിങ്ങളുടെ കോള് പോകുമ്പോൾ ഫസ്റ്റ് ചോദ്യം എക്സോറയുടെ പാസ് ബുക്ക് ചെയ്തോ എന്നുള്ളതായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബുക്ക് ചെയ്യാത്തവരുടെ ഒന്ന് പേയ്മെന്റ് വാങ്ങിച്ചിട്ട് ബാക്കി കഥ പറയാവുള്ളൂ. കാര്യം നിങ്ങൾ ഒന്ന് അയച്ചു കൊടുത്താൽ, ഇപ്പം ഈ 7 മണിക്ക് അല്ലെ 8 മണി ആയാലും ഉറങ്ങുന്ന 6 വയസ്സുകാരനോട് സ്നേഹം കൊണ്ട് 6 വയസ്സുകാരനെ 6 വയസ്സുകാരിയോ 2 ദിവസം അവധിയല്ലായിരുന്നോ ശനി ഞായറും, ഇന്നിപ്പോ സ്കൂളിൽ വിടണ്ട, ഇന്നുകൂടെ അവൾ കിടന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കൈ അയക്കുന്ന മാതാപിതാക്കളാണ് ആ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരിൽ നിന്ന് അകറ്റുന്നത്. ഒരു സെന്റിമെന്റ്സും ഇല്ലാതെ സ്വന്തം കുഞ്ഞാണ്, പക്ഷെ എത്ര ഉറക്കത്തിലും വെള്ളം കോരിച്ച് ഒഴിച്ച് എഴുന്നേപ്പിച്ച് സ്കൂളിൽ വിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മദ്രസ വിടണ്ടാണ് മദ്രസ വിട്ടില്ലെങ്കിൽ നമ്മൾ അവരോട് കാണിക്കുന്ന ഒരു തെറ്റാ. ഞാൻ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാര്യം അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടേണ്ട ഒരു കാര്യം, അവരോട് നിങ്ങൾക്കുള്ള സ്നേഹം കൊണ്ടും കരുതൽ കൊണ്ടും സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്തിട്ട് അവരെടുക്കേണ്ട പണി അവരെ കൊണ്ട് അവരുടെ പ്രായത്തിൽ എടുപ്പിക്കാണ്ട് നമ്മൾ ഉഴപ്പിച്ചാൽ സ്വാഭാവികമായാലും ആ ഉഴപ്പ് അവരുടെ മുമ്പോട്ട് പോക്കിന്, അത് അവരുടെ ജീവിതത്തിനെ പ്രതികൂലമായി ബാധിക്കത്തേ ഉള്ളൂ ഭാവിയിൽ. അപ്പം മോനോടുള്ള സ്നേഹം കൊണ്ടാണ് മോനെ വിളിക്കാഞ്ഞേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നവംബർ 1 പ്രോഗ്രാമിന് മുമ്പായിട്ട് ടീമിലെ ആൾക്കാരിൽ പറയും, സാറേ എനിക്ക് പറ്റത്തില്ല, ഞാൻ വരണോ, എനിക്ക് അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ, എനിക്ക് അതിന്റെ ഫണ്ട് കിട്ടത്തില്ല, പല തടസ്സങ്ങൾ പറയും. പക്ഷെ ഒരു സെന്റിമെന്റ്സും ഇല്ല. 1000 രൂപ കൊണ്ട് ആരും റോമാ സാമ്രാജ്യം ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കിയോ? നിങ്ങൾ 1000 രൂപ വാങ്ങിച്ചില്ലെങ്കിൽ 1000 രൂപ എവിടെയെങ്കിലും ചിലവാക്കും. നല്ല 2-3 ബിരിയാണി കഴിച്ച് ഇപ്പോൾ 1000 രൂപയാവും. അത്ര ഉള്ളത്. അതിൽ കൂടുതൽ പ്രാധാന്യം അതിന് പർവ്വതീകരിച്ച് കാണിച്ച് സ്വയം നമ്മൾ വിഡ്ഢിയാവാൻ നിൽക്കരുത്. ടീമിൽ ഇറങ്ങി അടുത്തൊരു 5 ദിവസത്തേക്ക് ടീമിൽ നിന്ന് മാക്സിമം ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പേയ്മെന്റ് കളക്ട് ചെയ്ത് നിങ്ങളുടെ STC ലീഡർ അല്ലെ നിങ്ങളുടെ DTC ലീഡർ 50ഉം 100ഉം പാസുകൾ ഒരുമിച്ച് വന്ന TC മീറ്റിങ്ങിന്റെ സ്റ്റേജിൽ കയറി ഞാനടക്കമുള്ള ഡയമണ്ട് ITC WTC ലീഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മൾ യുദ്ധകാഹളം മുഴക്കേണ്ട സമയമാണിത് എന്ന് ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുക. എൻ്റെ ഇപ്പോഴും ഏറ്റവും വലിയ വിഷമമായിരിക്കുന്ന കാര്യം, ഞാൻ ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം 6 മാസത്തിനടക്കം ഒരു വലിയ പ്രോഗ്രാം നടന്നു. ആ പ്രോഗ്രാം ശരിയായി ഉപയോഗിക്കാൻ പറ്റാതെ ഒരു സിനിമ കാണാൻ പോകുന്ന ലാഘവത്തോടെ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്ന 2-3 ഡിസ്ട്രിബ്യൂട്ടർമാരെ, എനിക്ക് അന്ന് ഏതാണ്ട് 100-നടുത്ത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ എതിർപ്പൊന്നും പറയാണ്ട് വരാൻ തയ്യാറായ 2-3 ആൾക്കാരെയും കൊണ്ടാണ് ഞാൻ ആ പ്രോഗ്രാമിൽ കയറിയത്. പക്ഷെ പ്രോഗ്രാം കഴിഞ്ഞോടുകൂടി മനസ്സിൽ വലിയൊരു വിങ്ങൽ വന്നു. ആ വിങ്ങലിന്റെ യഥാർത്ഥ റീസൺ, അത് അത്രയും എഫക്റ്റീവായൊരു പ്രോഗ്രാമായിരുന്നു. ഇത്രയും വലിയൊരു ഗിഫ്റ്റ്, നമ്മളൊരു നല്ല ഹോട്ടലിൽ പോയി നല്ലൊരു ഭക്ഷണം കഴിച്ചാൽ ഒറ്റയ്ക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മളുടെയൊക്കെ ആഗ്രഹം എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഇത് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു അവസരം, അല്ലെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ, അവരോട് ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു. നമുക്ക് പ്രയോജനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനുള്ളൊരു വെമ്പൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ഈ സെയിം അവസ്ഥ എനിക്കുണ്ടായി. ഈ വലിയ പ്രോഗ്രാം കഴിഞ്ഞ് എൻ്റെ 3 പേരെ എനിക്ക് കയറ്റാൻ പറ്റുള്ളൂ. ഞാൻ ഒന്ന് പ്ലാൻ ചെയ്ത ഒരു 30 പേരെ കയറ്റായിരുന്നു. നമ്മളെ സംബന്ധിച്ച് ഈ കുറ്റബോധം ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെയും സമ്പാദ്യം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ആൾക്കാരുടെ യഥാർത്ഥ എക്സ്പീരിയൻസ് നിങ്ങളുടെ അസറ്റായി മാറുന്നത് അവരെങ്ങനെ ഓരോ പ്രോഗ്രാമിനെ നോക്കി കണ്ടു എന്നുള്ളതാണ്. നവംബർ 1 നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിന് 5 ഡിസ്ട്രിബ്യൂട്ടർമാർ പോലും ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാണെന്നുള്ളതാണ് കുറെ ആൾക്കാർ ഇപ്പം ചിന്തിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ സൈക്കോളജി ഒക്കെ മനസ്സിലാക്കാനുള്ള പ്രായമുണ്ട്. എൻ്റെ കൂടെ ആരും ആയിട്ടില്ലോ. തന്നെ ഇത് നവംബർ 1 ഇത് ജൂലൈയിലേ ആയുള്ളൂ. ഓഗസ്റ്റും സെപ്റ്റംബറും ഒക്ടോബറും ഒക്കെ കിടക്കുകയാണ്. എൻ്റെ ചോദ്യം, നവംബർ 1 നമ്മുടെ മകളുടെ അല്ലെ മകന്റെ വിവാഹമെങ്കിൽ
ഇപ്പോഴേ പണി തുടങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇപ്പോഴേ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇത് നമ്മളുടെ ഒരു മകളുടെ അല്ല, നമുക്ക് 5 മക്കളുണ്ടെങ്കിൽ 5ന്റെയും കല്യാണം നടത്തി 5 പേർക്കും അടുത്ത തലമുറ ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. അത്രയും പൊട്ടൻഷ്യലാണ്. അപ്പം ഈ ബിസിനസിന്റെ കാര്യത്തിൽ തുടങ്ങാനെടുത്ത 10,000, 20,000, 50,000 എന്നതിനപ്പുറത്തോട്ട് ഈ പ്രോഗ്രാമിനുള്ള അപാരമായ സാധ്യതയും പ്രാധാന്യവും നിങ്ങൾ നടത്തണം. ഞങ്ങൾക്ക് ഒരു കുറ്റബോധവും ഇല്ലാതെ ആ പ്രോഗ്രാമിലോട്ട് പോകണം. എന്ത് ഇത്രയും വലിയ പരിപാടിയാണെന്ന് നേരത്തെ പറഞ്ഞില്ലല്ലോ സാറേ എന്ന് ആർക്കും തോന്നാത്ത രീതിയിൽ എല്ലാ സത്യങ്ങളും ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞ് അതിനെ ഉപയോഗിക്കുന്നവർ വലിയ മാറ്റത്തിലേക്ക് എത്തുമെന്ന ഉറപ്പ് അവർക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് കാരണവന്മാരെന്ന രീതിയിൽ ഞങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഞങ്ങളെക്കാൾ ജീവിതാനുഭവങ്ങളുള്ള, വിജയപരാജയങ്ങൾ ഒരുമിച്ച് അനുഭവിച്ച, ഒറ്റയ്ക്ക് നേരിട്ട, പ്രതിസന്ധികളെ അതിജീവിച്ച വില്ലാളി വീരന്മാരാണ് ഈ മീറ്റിങ്ങിലുള്ളത് പലരും. എനിക്കറിയാം 1000 പേര് ഈ മീറ്റിങ്ങിൽ ഇങ്ങനെ തന്നെ ഉണ്ട്, സൂമിലും ഉണ്ട് 500 പേരെ. എന്നാൽ ഈ ബിസിനസിന്റെ ചില സിസ്റ്റം ഉണ്ട്, ചില രീതികളുണ്ട്. ഞാൻ മീറ്റിങ്ങിലൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഒരു ചെറിയൊരു സ്ക്രൂവിനെ ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നമ്മൾ ടൈറ്റ് ആക്കാൻ, മുറുക്കാൻ നോക്കുക എന്ന് പറയും. മുറുക്കുക അല്ലെങ്കിൽ ടൈറ്റ് ആക്കുക എന്ന് പറയും. ഒരു സ്ക്രൂവിനെ ഇങ്ങനെ ക്ലോക്ക് വൈസിൽ, ക്ലോക്ക് തിരിയുന്നത് പോലെ 5ഓ 6ഓ പ്രാവശ്യം ആ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് തിരിച്ചാൽ ആ സ്ക്രൂ ടൈറ്റ് ആവും. എന്നാൽ ഇതേ സ്ക്രൂവിനെ ഇതേ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇടത്തോട്ട് തിരിച്ചാൽ, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ തിരിച്ചാലും സ്ക്രൂ ടൈറ്റ് ആവത്തില്ല. നിങ്ങളുടെ കയ്യിൽ സ്ക്രൂ ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, നിങ്ങൾ തിരിക്കുന്നുമുണ്ട്. അത് വലത്തോട്ടാണോ ഇടത്തോട്ടാണോ എന്ന് അറിവിന്റെ കുറവ് മാത്രമേ നമുക്കൊരു കുറവായിട്ടുള്ളൂ. ചിലരോട് അവരുടെ അപ്പലേം പറയും, സർ ഇത് ഇടത്തോട്ടല്ല സർ, വലത്തോട്ടാണ് തിരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഞാൻ MBA കഴിഞ്ഞവനാടാ, ഞാൻ വലിയ സംഭവമാണ്, ഇടത്തോട്ടാണോ വലത്തോട്ടാണോ തിരിക്കേണ്ടതെന്ന് നീയൊന്നും എന്നെ പഠിപ്പിക്കേണ്ട, നീ 7ാം ക്ലാസ്സും ഗുസ്തിയാണ് എന്ന് നമ്മൾ പറയുമ്പം നമ്മൾ ഒഴിവാക്കുന്നത്, നമ്മൾ നിരസിക്കുന്നത് ആ വ്യക്തിയെ അല്ല, അയാളുടെ അഭിപ്രായത്തെ അല്ല, അയാളുടെ വിജയിച്ച അനുഭവത്തെയാണ്. വലത്തോട്ട് തിരിച്ച് സ്ക്രൂ മുറുക്കിയ അനുഭവത്തെ വെല്ലുവിളിക്കുന്ന, അവനേക്കാൾ കഴിവുള്ള ഇടത്തോട്ട് തിരിക്കുന്നവനാണ് നമ്മൾ എന്ന് മനസ്സിലാക്കുക. ഈ ബിസിനസ്സിൽ വിജയിക്കാനും ഏത് സമയത്ത് എങ്ങനെ ആക്ട് ചെയ്യണം എന്നതാണ് ഏറ്റവും പ്രധാനം. ആ പ്രോഗ്രാം എങ്ങനെ നടക്കണം എന്നുള്ള പ്ലാനിങ്, അത് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച്, ഇതുവരെ നമ്മൾ നടത്തിയെടുത്ത എഫേർട്ട് വെച്ച് എങ്ങനെ അത് വിജയിപ്പിക്കണം, അതിന് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഇവന്റ് മാനേജ്മെന്റിനെയും ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കഷൻ കഴിഞ്ഞു, അത് തീരുമാനമായിട്ടുണ്ട്. 2, അതിന്റെ അണിയറയിൽ, അതിന്റെ പുറകിൽ എന്തൊക്കെ പ്രവർത്തനം നടക്കണം അതും കൃത്യമായിട്ട് അറിയാം. 3, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് എങ്ങനെ ഏത് റാങ്കിൽ അച്ചീവറായി ആ സ്റ്റേജിൽ കയറാൻ പറ്റുമെന്നുള്ളതാണ് 3ാമത്തെ ചോദ്യം. അങ്ങനെ ഒരു അച്ചീവറായി സ്റ്റേജിൽ കയറാൻ കഴിയുന്ന ഒരു പ്ലാനിങ്ങും ഒരു പ്രവർത്തനവും, അത്യാവശ്യം വേണ്ടി വന്നാൽ ജോലിക്കൊക്കെ പോകുന്ന ഒരു മാസത്തിൽ 2-3 ദിവസം മൈലേജ് സ്റ്റൈലിന് വേണ്ടി ലീവ് എടുത്തിട്ട് ഫീൽഡ് വർക്ക് ചെയ്ത് ആ പ്രോഗ്രാമിൽ ഒരു അച്ചീവർ ആകാനുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുത്താൽ, സത്യത്തിൽ 10, 20, 30 വർഷം ഒരു ജോലി ചെയ്ത് നമ്മൾ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉയരത്തിന്റെ 10 മടങ്ങ് ഉയരത്തിലേക്ക് ഈ ചെറിയ സമയം എഫക്റ്റീവായിട്ടിട്ടാൽ കിട്ടും. നമ്മളെ സംബന്ധിച്ച് നവംബർ 1 പ്രോഗ്രാം വൻ ആഘോഷമാക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ നിങ്ങൾ അറ്റൻഡ് ചെയ്തതിൽ ഏറ്റവും ഗംഭീര അവസരമായി, ഏറ്റവും ഗംഭീര പ്രോഗ്രാമായി ആ പ്രോഗ്രാം മാറും. അതിനുള്ള എല്ലാ അധ്വാനവും നമ്മൾ എടുക്കുന്നുണ്ട്.